യിരെമ്യാവ് അധ്യായം 9. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം യഹോവ ബാബേലിനെക്കുറിച്ചും കൽദയദേശത്തെക്കുറിച്ചും കൽപ്പിച്ച അരുളപ്പാട്. ജാതികളുടെ പ്രസ്താവിച്ച് പ്രസിദ്ധമാക്കുവിൻ, കൊടി ഉയർത്തുവിൻ, മറച്ചു വെക്കാതെ ഘോഷിപ്പിൻ. ബാബേൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ബേൽ ലജ്ജിച്ചുപോയി, മെരോദക് തകർന്നിരിക്കുന്നു, അതിലെ വിഗ്രഹങ്ങൾ ലജ്ജിച്ചുപോയി, അതിലെ ബിംബങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് പറയുവിൻ. വടക്കു നിന്നൊരു ജാതി അതിൻ്റെ നേരെ പുറപ്പെട്ടു വരുന്നു, അത് ആ ദേശത്തെ ശൂന്യമാക്കുന്നു, അതിലാരും വസിക്കുന്നില്ല, മനുഷ്യരും മൃഗങ്ങളും ഓടിപ്പോയി കളയുന്നു. ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രായേൽ യഹൂദാമക്കളും ഒരുമിച്ച് കരഞ്ഞുകൊണ്ട് വന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ സീയോനിലേക്ക് മുഖം തിരിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വരുവിൻ. മറന്നു പോകാത്തതായ ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയോട് ചേർന്ന് കൊള്ളാമെന്ന് പറയും. എൻ്റെ ജനം കാണാതെ പോയ ആടുകളായി തീർന്നിരിക്കുന്നു. അവരുടെ ഇടയന്മാർ അവരെ തെറ്റിച്ച് മലകളിൽ ഉഴന്ന് നടക്കുമാറാക്കി ഇരിക്കുന്നു. അവർ മലയിൽ നിന്ന് കുന്നിന്മേൽ പോയി തങ്ങളുടെ കിടപ്പണം മറന്നു കളഞ്ഞു. അവരെ കാണുന്നവരൊക്കെ അവരെ തിന്നുകളയുന്നു. അവരുടെ വരികൾ നാം കുറ്റം ചെയ്യുന്നില്ല, അവർ നീതി നിവാസമായ യഹോവയോട്, അവരുടെ പിതാക്കന്മാരുടെ പ്രത്യാശയായ യഹോവയോട് തന്നെ പാപം ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. ബാബേലിൽ നിന്ന് ഓടി ദേശം വിട്ടുപോകുവിൻ. ആട്ടുകൂട്ടത്തിന് മുമ്പായി നടക്കുന്ന മുട്ടാടുകളെ പോലെ ആയിരിപ്പിൻ. ഞാൻ ബാബേലിൻ്റെ നേരെ വടക്കേ ദേശത്തു നിന്ന് മഹാജാതികളുടെ കൂട്ടത്തെ ഉണർത്തി വരുത്തും. അവർ അതിൻ്റെ നേരെ അണിനിരത്തും. അവിടെ വെച്ച് അത് പിടിക്കപ്പെടും. അവരുടെ അമ്പുകൾ വെറുതെ മടങ്ങാതെ സമർത്ഥവീരൻ്റെ അമ്പുകൾ പോലെ ഇരിക്കും. കൽദയ ദേശം കൊള്ളയിട്ട് പോകും. അതിനെ കൊള്ളയിട്ടുന്നവർക്ക് അവർക്കും തൃപ്തി വരുമെന്ന് യഹോവയുടെ എൻ്റെ അവകാശം കൊള്ളയിട്ടവരെ നിങ്ങൾ സന്തോഷിക്കുന്നതുകൊണ്ട്, നിങ്ങൾ ഉല്ലസിക്കുന്നതുകൊണ്ട്, ധാന്യം മെതിക്കുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിക്കളിക്കുന്നതുകൊണ്ട്, ബലമുള്ള കുതിരയെ പോലെ നിങ്ങൾ ചിറാലിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അമ്മ ഏറ്റവും ലജ്ജിക്കും. നിങ്ങളെ പ്രസവിച്ചവർ നാണിച്ചു പോകും. അവൾ ജാതികളെ അന്ത്യജാതിയും മരുഭൂമിയും വർണ്ണനിലവും ശൂന്യദേശവുമാകും. യഹോവയുടെ ക്രോധം ഹേതുവായി അത് നിവാസികളില്ലാതെ ശേഷം ശൂന്യമായി തീരും. ബാബേലിനരികത്തുകൂടി കടന്നു പോകുന്ന ഏവരും സ്തംഭിച്ച് അതിൻ്റെ സകല ബാധകളും നിങ്ങൾക്ക് ചൂടുകൂത്തും. ബാബേലിന് നേരെ ചുറ്റും അണിനിരത്തുവിൻ. എല്ലാ വില്ലാളികളുമായുള്ളവരെ അമ്പുകളിൽ ജോപിക്കാതെ അതിലേക്ക് എഴുതിവിടുവിൻ. അത് യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുള്ളൂ. അതിന് ചുറ്റും നിന്ന് ആർപ്പിടുവിൻ. അത് കീഴടങ്ങിയിരിക്കുന്നു, അതിൻ്റെ കൊത്തളങ്ങൾ വീണുപോയി, അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞിരിക്കുന്നു. ഇത് യഹോവയുടെ പ്രതികാരമല്ലോ, അതിനോട് പ്രതികാരം ചെയ്യുവിൻ. അത് ചെയ്തതുപോലെ അതിനോടും ചെയ്യുവിൻ. വിതയ്ക്കുന്നവനെയും കൊയ്ത്തുകാലത്ത് അരിവാൾ പിടിക്കുന്നവനെയും ബാബേലിൽ നിന്ന് വിച്ഛേദിച്ചു കൊള്ളുവിൻ. നശിപ്പിക്കുന്ന വാൾ പേടിച്ച് ഓരോരുത്തർ സ്വജനത്തിൻ്റെ അടുക്കൽ മടങ്ങിപ്പോവുകയും സ്വദേശത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യും. ഇസ്രായേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു, സിംഹങ്ങൾ അതിനെ ഓടിച്ചു കളഞ്ഞു. ആദ്യം അശ്ശൂർ രാജാവ് അതിനെ തിന്നു, ഒടുവിൽ ഇപ്പോൾ ബാബേൽ രാജാവ് നെബൂഖദ്നേസർ അതിൻ്റെ അസ്ഥികളെ ഓടിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ പ്രാരംഭം ചെയ്യുന്നു. ഞാൻ അശ്ശൂർ രാജാവിനെ സന്ദർശിച്ചതുപോലെ ബാബേൽ രാജാവിനെ അവൻ്റെ രാജ്യത്തെയും സന്ദർശിക്കും. പിന്നെ ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേശപ്പുറത്തേക്ക് മടക്കി വരുത്തും. അവൻ കർമ്മയിലും ബാശാനിലും മേഞ്ഞുകൊണ്ടിരിക്കും. എഫ്രൈം മലനാട്ടിലും ഗിലെയാദിലും മേഞ്ഞ് അവന് തൃപ്തി വരും. ഞാൻ ശേഷിച്ചു വെക്കുന്നവരോട് ക്ഷമിക്കാൽ ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രായേലിൻ്റെ അകത്തും അന്വേഷിച്ചാൽ അത് ഇല്ലാതിരിക്കും. യഹൂദരുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണിക്കില്ല എന്ന യഹോവയുടെ മത്സരം. മെറാദയും ഇന്ന് ദേശത്തിന് നേരെ ചെല്ലുക, അതിൻ്റെ നേരെയും സന്ദർശനം പെക്കോദ് എന്ന പട്ടണത്തിലെ നിവാസികളുടെ നേരെയും തന്നെ. നീ അവരുടെ പിന്നാലെ ചെന്ന് വെട്ടി നിർമ്മൂലനാശം വരുത്തി ഞാൻ കൽപ്പിച്ച പോലെയൊക്കെയും ചെയ്യുക എന്ന യഹോവയുടെ യുദ്ധത്തിൻ്റെ ആരവവും മഹാസംഹാരവും ദേശത്തിലുണ്ട്. സർവ്വഭൂമിയിലെ ചുറ്റിക തകർന്നു പോയതെങ്ങനെ? ജാതികളുടെ ബാബേൽ ശൂന്യമായി തീർന്നതെങ്ങനെ? ബാബേൽ ഞാൻ നിനക്ക് കണിവെച്ചു, നീ അറിയാതെ അകപ്പെട്ടിരിക്കുന്നു, നിന്നെ കണ്ടെത്തി പിടിച്ചിരിക്കുന്നു. യഹോവയോടല്ലോ നീ പൊരുതിയത്. യഹോവ തൻ്റെ ആയുധശാല തുറന്ന് തൻ്റെ ക്രോധത്തിൻ്റെ ആയുധങ്ങളെ എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് കൽദയ ദേശത്ത് ഒരു പ്രവൃത്തിയുവാനുണ്ട്. സകല ദിക്കുകളിൽ നിന്ന് അതിൻ്റെ നേരെ വന്ന് അതിൻ്റെ കളപ്പുരകളെ തുറപ്പിൻ. അതിനെ കുറ്റ പോലെ കൂമ്പാരം കൂട്ടുവിൻ. അതിലൊന്നും ശേഷിപ്പിക്കാതെ നിർമ്മൂലനാശം വരുത്തുവിൻ. അതിലെ കാളയൊക്കെയും കൊല്ലുവിൻ. അവ കൊലയ്ക്ക് ഇറങ്ങി പോകട്ടെ. അവർക്ക് അയ്യോ കഷ്ടം, അവരുടെ അവരുടെ സന്ദർശനകാലം വന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രതികാരം തന്നെ, മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം തന്നെ. സിയോനെ അറിയിക്കേണ്ടതിന് ബാബേൽ ദേശത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നവരുടെ ഘോഷം. ബാബേലിൻ്റെ നേരെ വില്ലാളികളെ വിളിച്ചു കൂട്ടും. വെള്ളി വിളിക്കുന്ന ഏവരുമായുള്ളവരെ അതിൻ്റെ നേരെ ചുറ്റുപാളയം ഇറങ്ങുവിൻ. ആരും അതിൽ നിന്നും ചാടിപ്പോകരുത്. അതിൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അതിന് പകരം കൊടുപ്പിൻ. അത് ചെയ്തതുപോലെയൊക്കെയും അതിനോട് ചെയ്യുവിൻ. അത് യഹോവയോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനോട് തന്നെ അഹങ്കാരം കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിലെ യമനക്കാർ അതിൻ്റെ വീതികളിൽ വീഴും. അതിലെ യോദ്ധാക്കൾ ഒക്കെയും അന്ന് നശിച്ചു പോകുന്ന യഹോവയുടെ അഹങ്കാരിയെ ഞാൻ നിനക്ക് വിരോധിയായിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിന്റെ നാൾ ഞാൻ നിന്നെ സന്ദർശിക്കുന്ന കാലം വന്നിരിക്കുന്നു. അഹങ്കാരി ഇടറി വീഴും, ആരും അവനെ എഴുന്നേൽപ്പിക്കുകയില്ല. ഞാൻ അവൻ്റെ പട്ടണങ്ങൾക്ക് തീ വയ്ക്കും, അത് അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും ദഹിപ്പിച്ചു കളയും. സൈന്യങ്ങളുടെ യഹോവ പ്രാരംഭം ചെയ്യുന്നു. ഇസ്രായേൽ യഹൂദാമക്കളും ഒരുപോലെ പീഡിതരായിരിക്കുന്നു. അവരെ ബദരാക്കി കൊണ്ടുപോയവരൊക്കെയും അവരെ പുട്ടയപ്പം മനസ്സിലാതെ മുറുകെ പിടിച്ചുകൊള്ളുന്നു. എന്നാൽ അവർ വീണ്ടെടുപ്പുകാരൻ ശക്തിമാണ്. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഭൂമിക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും ബാബേൽ നിവാസികൾക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും അവർ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും. കൽദയരുടെ മേലും ബാബേൽ നിവാസികളുടെ മേലും അതിൻ്റെ പ്രഭുക്കന്മാരുടെ മേലും ജാനികളുടെ മേലും വാൾ വരുന്നുവെന്ന യഹോവയുടെ കൊമ്പ് പറയുന്നവർ ഭോഷന്മാരാകത്തക്കവണ്ണം അവരുടെ മേൽ വാൾ വരും. അതിലെ വീരന്മാർ ഭ്രമിച്ചു പോകത്തക്കവണ്ണം അവരുടെ മേലും വാൾ വരും. അവരുടെ കുതിരകളുടെ മേലും രഥങ്ങളുടെ മേലും അതിൻ്റെ നടുവിലെ സർവ്വസമ്മിശ്ര ജാതിയും സ്ത്രീകളെ പോലെ ആയിത്തീരത്തക്കവണ്ണം അവരുടെ മേലും വാൾ വരും. അതിൻ്റെ ഭണ്ഡാരങ്ങൾ കവർന്നു പോകത്തക്കവണ്ണം അവയുടെ മേലും വാൾ വരും. അതിലെ വെള്ളം വറ്റിപ്പോകത്തക്കവണ്ണം ഞാൻ അതിനെ വറുതി വരുത്തും. അത് വിഗ്രഹങ്ങളുടെ ദേശമല്ലോ, ഘോരബിംബങ്ങൾ നിമിത്തം അവർ ഭ്രാന്തന്മാരായിരിക്കുന്നു. ആകയാൽ അവിടെ മരുമൃഗങ്ങൾ കുടിനരികളോടുകൂടെ പാർക്കും. ഒട്ടകപക്ഷിയെ അവിടെ വസിക്കും. ഇനി അതിൽ ഒരു നാൾ കുടിപ്പാർക്കുണ്ടാകില്ല. തലമുറമേ അത് നിവാസികളില്ലാതെ കിടക്കും. ദൈവം സോദോമും ഗോമോറയും അവയുടെ അയൽപട്ടണങ്ങളെ നശിപ്പിച്ച് കളഞ്ഞ ശേഷം എന്നപോലെ അവിടെയും ആരും പാർക്കില്ല. ഒരു മനുഷ്യൻ അവിടെ വസിക്കുകയില്ല എന്ന യഹോവയുടെ വടക്ക് നിന്ന് ഒരു ജാതി വരുന്നു. ഭൂമിരാറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതിയും അനേകം രാജാക്കന്മാരും ഇളകി വരുന്നു. അവർ വില്ലും
കുന്തവും എടുത്തിരിക്കുന്നു. അവർ ക്രൂരന്മാർ, കരുണയില്ലാത്തവർ തന്നെ. അവർ ആരവം കടൽ പോലെ ഇരിക്കുന്നു. ബാബേൽ പുത്രി, അവർ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി നിന്റെ നേരെ അണിനിരന്ന് നിൽക്കുന്നു. ബാബേൽ രാജാവ് അവരുടെ വർത്തമാനം കേട്ടിട്ട് അവൻ്റെ ധൈര്യം ക്ഷയിച്ചു പോയി. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ അവനെ അതിവ്യസനവും വേദനയും പിടിച്ചു. യോർദാൻ്റെ വൻകാട്ടിൽ നിന്ന് സിംഹം എന്ന പോലെ അവനെ എപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു. ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളയും. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിനെ നിയമിക്കും. എനിക്ക് സമനായവനാർ, എനിക്ക് നേരം കുറിക്കുന്നവനാർ, എൻ്റെ മുമ്പാകെ നിൽക്കാവുന്ന ഇടയനാർ. അതുകൊണ്ട് ബാബേലിനെ കുറിച്ച് ആലോചിച്ച ആലോചനയും കൽദയരുടെ ദേശത്തെക്കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൾക്കും. ആട്ടുംകൂട്ടത്തിൽ ചെറിയവരെ അവർ അഴിച്ചു കൊണ്ടുപോകും. അവൻ അവരുടെ മേച്ചിൽപ്പുറങ്ങളെ അവരോടുകൂടെ ശൂന്യമാക്കി കളയും. ബാബേൽ പിടിക്കപ്പെട്ടു എന്ന് ദോഷം കൊണ്ട് ഭൂമി നടുങ്ങുന്നു. അതിൻ്റെ നിലവിളി ജാതികളുടെ ഇടയിൽ കേൾക്കുന്നു.